വിവാദ പരാമർശത്തിൽ ഉറച്ചും വിഷയം ന്യായീകരിച്ചും ഇന്ന് രംഗത്തെത്തിയ മന്ത്രി സജി ചെറിയാൻ താൻ എതിർത്തത് ലീഗിന്റെ രാഷ്ട്രീയത്തെ എന്ന് സജി ചെറിയാൻ പറയുന്നു. മുസ്ലിം മേഖലയിൽ ലീഗ് ജയിക്കുന്നു, ഹിന്ദു മേഖലയിൽ BJP ജയിക്കുന്നു, മതേതരവാദികളായ CPM സ്ഥാനാർത്ഥികൾ തോൽക്കുന്നുവെന്നും സജി ചെറിയാൻ. എന്നാൽ ലീഗ് ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടാണോ എന്ന ചോദ്യത്തിന് സജി ചെറിയാൻ ക്ഷുഭിതനായി. ഞാൻ വ്യക്തമായി എന്റെ നിലപാട് പറഞ്ഞു. ഒരു വിഭാഗത്തെ മാത്രമാക്കി സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റില്ല. നിങ്ങൾ അവിടെ BJP ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേര് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു. ഈ മലപ്പുറം കാസർഗോഡ് മാത്രം എടുത്ത് പറയുമ്പോൾ ഒരു അസ്വാഭാവികതയില്ല ഒരു മതേതരത്വ സമൂഹത്തിൽ. അത് ബ്രാക്കറ്റ് ചെയ്ത് പറയില്ലേ, 2 ജില്ലകളെ മാത്രം. എറണാകുളം പറയുന്നില്ല, മലപ്പുറം കാസർഗോഡും വരുമ്പോൾ ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടി. ഈ പറഞ്ഞ BJP ജയിച്ച ആളുടെ പേരും ഈ പറഞ്ഞ ലീഗ് ജയിപ്പിച്ച ആളുടെ പേരും നിങ്ങൾ വായിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിലെന്ത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഏതാണ് പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് വായിക്കാൻ, അങ്ങനല്ലേ പറഞ്ഞു. കാസർഗോഡ് നഗരസഭയിലെ ഒരു പ്രശ്നം ഞാൻ ഉന്നയിച്ചത്, ഇത് കേരളത്തിൽ ഒരു സ്ഥലത്തും വരാൻ പാടില്ല. ഈ അപകടം കേരളത്തിൽ വരാൻ ഭാവിയിൽ സാധ്യതയുണ്ട്. കാരണം വർഗീയമായ ചേരിതിരിവ് വന്നു കഴിഞ്ഞാൽ ആളുകൾ വർഗീയമായി ചിന്തിക്കുമ്പോൾ അവരിൽ തീവ്രവാദപരമായ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായകരമായ നിലപാട് വരുന്നു. 22 സീറ്റ് ലീഗിന് കിട്ടിയതും 12 സീറ്റ് BJP കിട്ടിയതും ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കേരളത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലത്തിൽ ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകാൻ പാടില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ കാന്തപുരത്തിൻ്റെ സമ്മേളനത്തിൽ ആ പറഞ്ഞ പദം പറയാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹം ഉദ്ദേശിച്ച രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, അത് അവിടെ പറയാൻ പാടില്ല. കാരണം അവിടെ ഇരിക്കുന്ന മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട 10,000-കണക്കിന് ആളിരിക്കുന്ന സ്ഥലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നതാണല്ലോ ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെപ്പോലും മതേതരവാദി ഇന്ത്യയിലുണ്ടോ? ഇത്രയും RSSന് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റി. കാരണം ഭൂരിപക്ഷ വർഗീയത നിങ്ങൾ എതിർത്ത് ന്യൂനപക്ഷ വർഗീയതയെ നിങ്ങൾ സഹായിക്കും. എങ്ങനെയാണ് സജി ചെറിയാൻ സംസാരിച്ചത്? കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്, അത് അത്രത്തോളം വലിയ വിവാദമായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രസ്താവനയാണ് വന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത്രത്തോളം ക്ഷുഭിതനാകാൻ പാകത്തിന് എന്തായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിലുള്ളത്? ഒരു ക്ലാരിറ്റി നൽകിയാൽ മതിയായിരുന്നല്ലോ. ഇന്നലെ പറഞ്ഞ ഒരു തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ നിലപാടിൽ നിന്ന് 1% പോലും മന്ത്രി സജി ചെറിയാൻ പിന്നോട്ട് പോയിട്ടില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. ആ ചോദ്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഒരു വിമർശനപരമായിട്ടുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കയർത്ത് സംസാരിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പോയത്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് ഉള്ള സ്ഥലങ്ങളിൽ മുസ്ലിം വോട്ടുകൾ കൂടുതൽ കിട്ടിയാണ് ജയിക്കുന്നത്. ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ BJP കൂടുതലായി ജയിക്കുന്നു. ആ ജയം വരുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള വർഗീയ പ്രശ്നങ്ങളിലേക്ക് മതചിന്തയിലേക്ക് ജനങ്ങൾ എത്തിപ്പെടും. അത് ഒരു മതനിരപേക്ഷ നാടിന് ഗുണം ചെയ്യുന്നതല്ല എന്നുള്ളതാണ് താൻ പറഞ്ഞത്. അതിന് അദ്ദേഹം ഉയർത്തിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഉദാഹരണം എന്ന് പറയുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് തദ്ദേശഭരണ സ്ഥാപനത്തിൽ 39 സീറ്റുണ്ട്. അതിൽ വർഗീയത പറഞ്ഞ BJPക്ക് 12 സീറ്റുകൾ ലഭിച്ചു, മുസ്ലിം ലീഗിന് 22 സീറ്റുകൾ ലഭിച്ചു. എന്നാൽ മതേതരത്വം പറഞ്ഞ CPMന് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് ലഭിച്ചത് 1 സീറ്റാണ്, കോൺഗ്രസിന് 2 സീറ്റാണ് ലഭിച്ചത് എന്നുള്ള ഒരു ഉദാഹരണം കാട്ടിയാണ് അദ്ദേഹം ഇന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചത്. മുൻ നിലപാടിൽ നിന്ന് 1% പോലും അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതേ സമയത്ത് തന്നെ ഈ കൊല്ലത്ത് വെച്ച് തന്നെ ഇപ്പോൾ മന്ത്രിക്ക് മുസ്ലിം ലീഗ് മറുപടി നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ വിഭ്രാന്തി മൂലമുണ്ടായതാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിന് മൂലമുണ്ടായ വിഭ്രാന്തി മൂലമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ലീഗിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മുൻ മന്ത്രിയായിട്ടുള്ള AK ബാലനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മന്ത്രി സജി ചെറിയാനും നടക്കുന്നത്. ആ ഒരു ശ്രമത്തിൽ ലീഗ് വീഴത്തില്ല, ലീഗിനെ അങ്ങനെ പെടുത്താമെന്ന് നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല എന്നുള്ള കാര്യത്തിലേക്കാണ് ഇന്ന് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അവരുടെ വിശദീകരണമായി വന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ നിലപാടിൽ അല്ലെങ്കിൽ മുൻപ് നടത്തിയ വിവാദ പരാമർശത്തിൽ നിന്ന് 1% പോലും മന്ത്രി സജി ചെറിയാൻ ഇന്നും പിന്നോട്ട് പോയിട്ടില്ല.